നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 16, 17, 18 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 16 രാവിലെ 5:47 AM മുതൽ ജനുവരി 18 വൈകിട്ട് 4:40 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യയാകുന്നത്. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ഈ ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളിൽ 2 പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങൾ വരുന്നുണ്ട്. ചൊവ്വ ജനുവരി 16 തീയതി ചൊവ്വ രാവിലെ 4:30 AM മകരം രാശിയിലേക്ക് മാറുന്നു. ബുധൻ ജനുവരി 17 രാവിലെ 10:25 AM മകരം രാശിയിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ 4 ഗ്രഹങ്ങൾ അവിടെ മകരം രാശിയിൽ വരികയാണ്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ബുധൻ. ബുധൻ വരുന്നത് 17 തീയതി രാവിലെ. ഓക്കെ, അപ്പോൾ സംഭവം ഈ 4 ഗ്രഹങ്ങൾ മകരരാശിയിൽ ഒത്തുകൂടുമ്പോൾ മകരം രാശിക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മകരരാശിയുടെ കാര്യം ആദ്യം ഞാൻ പറയാം. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുന്നു. ചന്ദ്രൻ ഉൾപ്പെടെ. ബുധൻ 12ാം ഭാവത്തിലാണ് തുടക്കത്തിൽ നിൽക്കുന്നതെങ്കിൽ 17 തീയതി രാവിലെ അത് ജന്മത്തിലേക്ക് മാറും. അതും ദോഷകരമാണ്. അപ്പോൾ ഇവിടെ മകരം രാശിക്ക് അല്പം ദോഷാധിക്യമാണ്. ശുക്രനും ശനിയും അനുകൂലമായിട്ടുണ്ട്, അതൊരാശ്വാസമാണ്. പക്ഷേ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാകുമ്പോൾ അത് അവർ അല്പം ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദോഷാധിക്യം മറികടക്കാൻ ഇവർ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് അതായത് സുബ്രഹ്മണ്യന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതായത് പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പറ്റുന്ന ദിവസമൊക്കെ വഴിപാട് നടത്തുക. പൊതുവെ മകരം രാശിക്ക് അല്പം ദോഷാധിക്യമാണ്. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം അനുഷ്ഠിച്ചാൽ ഈ ദോഷാധിക്യം നമുക്ക് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മകരം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശുക്രനും കൂടെ വരുന്നു. കൂടാതെ 17 തീയതി തൊട്ട് ബുധനും വരുന്നു അനുകൂലമായിട്ട്. അപ്പോൾ കർമ്മഭാവത്തിൽ ഈ അതായത് 10ാം ഭാവത്തിൽ ഇവർക്ക് ഈ സൂര്യനും, പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് സൂര്യനും ചൊവ്വയും കൂടെ ഒത്തുകൂടുമ്പോൾ അതിൻ്റെ കൂടെ ശുക്രനുമുണ്ട്. അപ്പോൾ വ്യക്തമാണ്, സുവ്യക്തമാണ് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ
പിതൃസ്വത്തിൽ നിന്ന് ആദായം വർദ്ധിക്കാനുള്ള സാധ്യത, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, റിയൽ എസ്റ്റേറ്റ് വഴി, പിന്നെ കൃഷി വഴിയും നേട്ടം, അല്ലെങ്കിൽ ഒരു വാടക വീടുണ്ടെങ്കിൽ അതിൻ്റെ വാടക കൂട്ടിക്കിട്ടാനോ, അതല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ആ വാടക വീട്ടിലേക്ക് താമസത്തിന് വരികയോ ചെയ്യും. അപ്പോൾ അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ മകരമാസം മുഴുവൻ ഇവർക്ക്, മകരമാസം മാത്രമല്ല, മകരം കുംഭം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കും. കൂടാതെ ഇവർക്ക് ഭാഗ്യപരീക്ഷകളിലുള്ള സാധ്യതയുണ്ട്. പിന്നെ 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഗുണദോഷ സമ്മിശ്രം എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മേടം രാശിക്ക്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും സെയിം എഫക്റ്റാണ്. എങ്കിലും ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. വ്യാഴം ധനസ്ഥാനത്തും ശനി ലാഭസ്ഥാനത്തും നിൽക്കുന്നു. അതുകൂടാതെ ഇവർക്ക് ചന്ദ്രൻ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാട് നടത്തുന്നതും നല്ലതാണ്. ഓക്കെ, ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ. പിന്നെ ശനി സർവകാര്യ വിജയം നേടിത്തരും, വാഹന ലാഭം കാണുന്നു. ഓക്കെ, പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, മേടം രാശിക്ക് ഇടവൻ രാശി, ഇനിയും പല രാശിക്കാർക്കും അങ്ങനെ ഉണ്ട്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ സൂര്യനും ചൊവ്വയും അഷ്ടമത്തിലുമാണ്. ഓക്കെ, അപ്പോൾ വാഹന അപകടങ്ങളൊക്കെ സൂക്ഷിക്കുക, തീപ്പൊള്ളൽ, അതുപോലെ വീഴ്ച സൂക്ഷിക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. അത്യാവശ്യം ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ചെറിയ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങളൊക്കെ കുറേയൊക്കെ കിട്ടും. എങ്കിലും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പൂർണ്ണതം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവർക്ക് 7ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും പുതുതായിട്ട് പ്രതികൂലമായിട്ട് വരുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വിവേകപൂർവം നമ്മൾ പരിഹരിക്കുക. അതുപോലെ തന്നെ നേരത്തെ തന്നെ സർപ്പവും വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ്. ചന്ദ്രനും ബുധനും മാത്രമാണ്
ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ബുധൻ 17-ാം തീയതി പ്രതികൂലമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഇവർക്ക് 17-ാം തീയതി രാവിലെ 10:25 AM ബുധൻ രാശി മാറിയതിന് ശേഷം ഇവർക്ക് ചന്ദ്രൻ മാത്രമാണ് പ്രതികൂലമായിട്ട് വരുന്നത്, അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, കർക്കിടകം രാശിക്കാരും കർക്കിടക ലഗ്നക്കാരും, ഞാൻ കർക്കിടക ലഗ്നമാണ്, തുലാരാശിയാണെങ്കിൽ കർക്കിടക ലഗ്നമാണ്. അപ്പോൾ കർക്കിടകം രാശിക്കാരും കർക്കിടക ലഗ്നക്കാരും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലം, അതായത് ഈ മകരം രാശിയിലെ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു 7-ാം ഭാവത്തിൽ. അത് കൂടാതെ കുംഭമാസത്തിൽ സൂര്യൻ അഷ്ടമത്തിൽ വരുന്നു. അതിനോടൊപ്പം ഫെബ്രുവരി 23-നോ മറ്റോ ചൊവ്വയും അഷ്ടമത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അത്ര നല്ല കാലം ആയിരിക്കത്തില്ല, എനിക്കുൾപ്പെടെ. അപ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പോഴേ നമ്മൾ മുരുകനെയൊക്കെ കാര്യമായിട്ട് പിടിച്ചോണം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച പ്രത്യേകിച്ച് മുരുകന് നമുക്ക് വഴിപാട് നടത്തണം. കർക്കിടക രാശിക്ക് അത്ര ശോഭനമായ കാലമല്ല മുന്നിലുള്ളത്. കഴിവതും എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ നിശ്ചയമായിട്ടും കർക്കിടക രാശിക്കാരും കർക്കിടക ലഗ്നക്കാരും ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്തര ആദ്യ പാദം. അവർക്ക് പുതുതായിട്ട് സൂര്യനും ചൊവ്വയും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഇച്ചിരി നല്ല കാലം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബുധനും കൂടി വരും, അനുകൂലമായിട്ട് വരും 17-ാം തീയതി രാവിലെ. അപ്പോൾ 6-ാം ഭാവത്തിൽ. ഓക്കെ, അപ്പോൾ ഈ 18-ാം തീയതി കഴിഞ്ഞ് 5 ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാതെ, കാര്യം അതിന് വേണ്ടിയുള്ളൊരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. 5 ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു ചിങ്ങം രാശിക്ക്. അത് 18-ാം തീയതി ശേഷം, 18-ാം തീയതി വൈകിട്ട് 4:40 ശേഷം ഒരു 19-20 ദിവസം, ജനുവരി 19-20 ദിവസങ്ങളിൽ വലിയ നേട്ടമാണുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ഇടാം. ഓക്കെ, നല്ല കാലം വരുന്നു ചിങ്ങം രാശിക്ക്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാനുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇവർക്ക് നേരത്തെ തന്നെ ശനി അഷ്ടമശനിയാണ്, അഷ്ടമശനിയായിട്ട് തുടരുന്നു. 7-ാം ഭാവത്തിൽ സർപ്പവുമുണ്ട്, ജന്മത്തിൽ ശിഖിയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യനും ചൊവ്വയും ശുക്രനും 6-ാം ഭാവത്തിൽ വരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് കൃഷി, റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാവും. അപ്പോൾ തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമാണ് ഈ മകരമാസം മുഴുവൻ. ഓക്കെ, പിതൃഗുണം, സന്താന നേട്ടം ഇവയും കിട്ടും. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ ചൊവ്വ വഴി, ചൊവ്വ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അത് ഫെബ്രുവരി 23 വരെ ഉണ്ട്. ചൊവ്വ 16-ാം തീയതി അനുകൂലമായിട്ട് വരുന്നു. 16-ാം തീയതി രാവിലെ തന്നെ വെളുപ്പിന് 4:30 AM തൊട്ട് ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു. ചിങ്ങം രാശിക്ക് നല്ല ഗുണങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കൂടാതെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴവുമുണ്ട്. അപ്പോൾ ഗുണാധിക്യമൊക്കെ നേടാനുള്ള ഒരു സ്കോപ്പ് ഉണർന്നു വരികയാണ്, രൂപപ്പെട്ടു വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക്
ഇത് തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്, ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. ചൊവ്വയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, ഇത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അപ്പോൾ ചിങ്ങൻ രാശിക്ക് അത്യാവശ്യം നല്ല കാലമൊക്കെ വരാൻ പോവുകയാണ്. ഓക്കെ, ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്കും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, കാരണം ശനി മാത്രമാണ് ഇപ്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച വരെ ശിവനെ, അയ്യപ്പനെ, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിരുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറിയിട്ടുണ്ട്. താമസിയാതെ അത് ഗുണാധിക്യത്തിലോട്ട് വരും. അത് ഫെബ്രുവരി 23 ചൊവ്വ അവർക്ക് അനുകൂലമായിട്ട് വരും. എന്തായാലും ആ പ്രതികൂലാവസ്ഥ 4ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് ചൊവ്വ മാറിയപ്പോഴത്തേക്ക് ആ പ്രതികൂലാവസ്ഥ മാറിയിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ ഇവർക്ക് സൂര്യനും 5ാം ഭാവത്തിൽ ഒക്കെ മാറി ഈ മകരമാസം ആയതുകൊണ്ട്, അപ്പോൾ അത് രണ്ടും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ വലിയൊരു പ്രതികൂലാവസ്ഥ, സൂര്യൻ്റെയും ചൊവ്വയുടെയും പ്രതികൂലാവസ്ഥ മാറി. എങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അത് ഏകദേശം കുംഭമാസം ആകുമ്പോൾ ഇവർക്ക് നല്ല കാലം വരുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാം ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കന്നിരാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശി തുലാം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം വന്നിട്ടുണ്ട്. താമസിയാതെ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കൂടും. ഞാനും തുലാം രാശിയാണ്. അതിൻ്റെ കൂടെ കർക്കിടക ലഗ്നം ആയതുകൊണ്ട് കർക്കിടക രാശിക്ക് അത്ര നല്ല കാലം അല്ല ഇനിയും വരാമോ. അപ്പോൾ എനിക്കിട്ട് ഈശ്വരൻ പണി തരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും തുലാം രാശിക്ക് ഇപ്പോൾ ഇവിടെ ചൊവ്വ പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4ാം ഭാവത്തിൽ. അപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. പാലഭിഷേകമോ അല്ലെങ്കിൽ ഭസ്മാഭിഷേകമോ. അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഓം വജർഭൂവേ നമ എന്നുള്ള മൂലമന്ത്രം പറ്റുമ്പോഴൊക്കെ അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം ചൊല്ലുക. അതുകൂടാതെ പഴനിയിലോ, പിന്നെ കുമാരകോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി റൂട്ടിൽ, കുമാരകോവിൽ. അവിടെ മുരുകനും ഭാര്യമാരും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് കുമാരകോവിൽ. അതായത് കേരള ബോർഡറിൽ നിന്ന് അവിടെ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത്, ആ മെയിൻ റോഡിൽ തന്നെ, അതായത് നാഷണൽ ഹൈവേ, അതായത് കന്യാകുമാരി റൂട്ടിൽ സ്ട്രൈറ്റ് പോകുമ്പോൾ ഒരു തക്കല എന്ന് പറയുന്ന സ്ഥലം വരും. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ, കന്യാകുമാരി ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്ത് 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടൊരു 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ ബോർഡൊക്കെ ഉണ്ട്. ചെല്ലുമ്പോൾ കുമാരകോവിൽ മുരുകൻ്റെ ക്ഷേത്രം, പത്നിമാരോടുകൂടി സന്തോഷമായിട്ടിരിക്കുന്ന മുരുകനാണ് അവിടെ. പഴനിയിലെ മുരുകനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിനേക്കാൾ വേഗത്തിൽ ഇവിടെ കുമാരകോവിലിൽ പോയാൽ അനുഗ്രഹം കിട്ടുമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഒന്ന് ശ്രമിക്കുക പോകാൻ. പിന്നെ ഇവർക്ക് ബുധനും സൂര്യനും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു.
ഓക്കെ. എങ്കിലും ബുധൻ ഇവിടെ നമുക്ക് 4-ാം ഭാവത്തിൽ 17-ാം തീയതി രാവിലെ 10:15 ബുധൻ അനുകൂലമായിട്ട് വരും 4-ാം ഭാവത്തിൽ. ഓക്കെ. അല്ലാതെ തന്നെ ഈ ബുധനെ കൂടാതെ തന്നെ തുലാം രാശിക്ക് ചന്ദ്രൻ, ശുക്രൻ, സർപ്പം, ശിഖി, വ്യാഴം, ശനി ഈ ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ 16-ാം തീയതി 6 ഗ്രഹങ്ങൾ അനുകൂലം, 17-ഉം 18-ഉം 7 ഗ്രഹങ്ങൾ അനുകൂലം. അപ്പോൾ അത്യധികം ഗുണാധിക്യമാണ് 17-ാം തീയതി രാവിലെ 10:15 ശേഷം. ഓക്കെ. 18-ാം തീയതി വൈകിട്ട് 4:40 വരെ ഇവർക്ക് നല്ല സമയമാണ്. 16-ാം തീയതിക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ആ സമയം. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അത് വാഹന യോഗം ഉൾപ്പെടെ വീട്, വാഹനം, അതുപോലെയൊക്കെയുള്ള ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. പിന്നെ യാത്രകൾ ശ്രദ്ധിക്കാം. അതായത് ഇവർ ചൊവ്വ പ്രതികൂലമാണെങ്കിലും ഇവിടെ ശനിയും വ്യാഴവും ശുക്രനും ചന്ദ്രനും അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഇവർക്ക് തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്, ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ചൊവ്വ പ്രതികൂലമാണ്. അതുകൊണ്ട് വാഹന അപകടങ്ങൾ സൂക്ഷിക്കുക, വലിയ സ്പീഡൊന്നും എടുക്കണ്ട. അത് മാത്രമല്ല, തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം. അത് ഈ ഫെബ്രുവരി 23 വരെ ശ്രദ്ധിച്ചോണം. വാഹന അപകടങ്ങൾ സൂക്ഷിച്ചോണം, അതുപോലെ തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം. യന്ത്രസാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിന്നെ യന്ത്രസാമഗ്രികളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ വെട്ടുകത്തി, പേനാകത്തിയൊക്കെ കയ്യിൽ, അതുപോലെ തന്നെ നെയിൽ കട്ടർ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. പൊതുവേ എല്ലാവരും അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്ന, അത്ര വലിയ പ്രാധാന്യവും ഇല്ലാതെ ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ പരിചയപ്പെട്ട ഒരു ബന്ധുവിന് നെയിൽ കട്ടർ ഉപയോഗിച്ച്, വയസ്സ് അയാളാണ്, പുള്ളി കാലിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, ശ്രദ്ധിച്ചില്ല, അത് കയറി പഴുത്തു, അവസാനം കാല് വരെ മുറിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ചെറുതായിട്ടൊരു നെയിൽ കട്ടർ വെച്ച് നഖം വെട്ടിയാണ് കാല് വരെ മുറിച്ച് കളയേണ്ടി വന്നു, പഴുത്തതുകൊണ്ട്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ ചൊവ്വ പ്രതികൂലമാണ്, സൂക്ഷിച്ചോളൂ. അത്യാവശ്യം പറ്റുന്ന സമയമൊക്കെ ഓം വചസ്ഭൂവേ നമ ചൊല്ലിക്കോളൂ. മുരുകന് പിടിക്കുക, പറ്റുമെങ്കിൽ ഈ പറഞ്ഞ കുമാരകോവിലൊന്ന് പോവുക. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണത്. ഓക്കെ. ഇനി തുലാം രാശി, ക്ഷമിക്കണം, വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള കാലമാണ്. കാരണം സൂര്യനും ചൊവ്വയും ഇവിടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നേരത്തെ പിതൃസ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ എന്താ പറയുക, നമ്മുടെ പിതൃസ്വത്ത് വഴി, കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമി കച്ചവടം സാധ്യതയുണ്ട്. ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ ശുക്രനും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമുക്ക് ഒരു ഭൂമി കച്ചവടത്തിൻ്റെ ഒരു കാലമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ 12 രാശിക്കാർക്കും കിട്ടുന്നതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല പുഷ്ടിപ്പെടാൻ പോകുന്നു, പൊതുവിൽ പറയുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ സാധ്യത, തൊഴിൽപരമായിട്ട് നേട്ടം, അതായത് മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ കിട്ടും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും, രാഷ്ട്രീയ രംഗത്ത് ഉയർച്ചയുണ്ടാവും.
നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നത് മാറിക്കിട്ടും. പൊതുവേ ഇവർക്ക് വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം പറയാൻ പറ്റും. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. തുളസിമാല, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല തന്നെ ചാർത്തുക. ഓക്കെ. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്ക് ഇവിടെ പ്രതികൂലമായിട്ട് നിന്നിരുന്ന സൂര്യനും ചൊവ്വയും ബുധനും മാറുന്നു. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ധനുരാശിക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ഇത് ഈ 16 വരെ 18 മാത്രമല്ല, പൊതുവെ ഇനിയിപ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരും 17-ാം തീയതി. അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സംഭവം നേട്ടമാണ്. അതുകൂടാതെ ഇവർക്ക് കുംഭമാസം ആകുമ്പോൾ സൂര്യൻ അനുകൂലമായിട്ട് വരും. അതിനോടൊപ്പം ഫെബ്രുവരി 23 തൊട്ട് ചൊവ്വയും അനുകൂലമായിട്ടൊക്കെ വരും. അപ്പോൾ ഇവർക്ക് ഇനി മോശമല്ലാത്ത കാലമാണ്, തുടങ്ങുകയാണ്. പല രാശിക്കാരും ഇപ്പോൾ കുറച്ച് രക്ഷപ്പെടുന്നുണ്ട്. മീനം രാശിയൊക്കെ വരുന്നുണ്ട്, ഞാൻ പറയാം. അതുപോലെ തന്നെ ഇവിടെ ചിങ്ങൻ രാശിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. അങ്ങനെ പല രാശിക്കാരും വളരെ പെട്ടെന്ന് ടോപ്പിലോട്ട് വരുന്ന ഒരു കാലമാണ് പൊതുവെ. ധനുരാശിക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. നമ്മുടെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്രതമെടുത്തതിന് ശേഷം മകരം രാശിയുടെ കാര്യം ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു. അവരെക്കുറിച്ചൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്, അതൊക്കെ കാണാൻ ശ്രമിക്കുക മകരം രാശിക്കാർ. ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുക അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇവിടെ സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് വരുന്നു. അപ്പോൾ കുംഭൻ രാശിക്ക് അല്പം പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ബുധൻ 17-ാം തീയതി പ്രതികൂലമായിട്ട് വരും. 17-ാം തീയതി രാവിലെ തൊട്ട് ബുധനും 12-ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ ഇവർക്ക് 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളുടെ എണ്ണം കൂടുകയാണ്. പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനും 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അത് കൂടാതെ 17-ാം തീയതി ബുധനും കൂടി വരുന്നു. അപ്പോൾ 17-ഉം 18-ഉം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് കുംഭൻ രാശിക്കാരെക്കുറിച്ച് എനിക്ക് പ്രത്യേക ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. 5 ഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ, അതായത് 16-ാം തീയതി തന്നെ 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതുപോലെ തന്നെ ബുധനും പ്രതികൂലമായിട്ട് വരുന്നു 17-ഉം 18-ഉം. അപ്പോൾ ഇവർക്ക് വ്യാഴം അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ ചന്ദ്രനും അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. എങ്കിലും സംഭവം ചന്ദ്രനും കൂടി കയറി മകരരാശിയിലോട്ട് വരുമ്പോൾ ഈ 18-ാം തീയതിക്ക് ശേഷം, 18-ാം തീയതി വൈകിട്ടിന് ശേഷം, വൈകിട്ട് 4:40 ശേഷം ഇവർക്ക് അല്പം ദോഷാധിക്യമൊക്കെയാണ് കാണുന്നത്. ഇവർ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് കുറച്ച്, പ്രത്യേകിച്ച് 16-ാം തീയതിയൊക്കെ കഴിവതും ഇവർ 16-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കാര്യം 17-ഉം 18-ഉം ഒക്കെ ദോഷാധിക്യമാണ്. അപ്പോൾ
മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ദാനധർമാദികൾ ഒക്കെ നടത്തി അനുഷ്ഠിച്ച് ഇവർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. എങ്കിലും ഇവർക്ക് 16-ാം തീയതി ഇവർക്ക് ധനപരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. പക്ഷേ 16-ാം തീയതി കഴിഞ്ഞാൽ ഇവർക്ക് ദോഷാധിക്യം പ്രത്യേകം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഇന്നോ നാളെയോ കൊമ്പൻ രാശിക്കാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഓക്കെ, കാര്യം 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 5 ഗ്രഹങ്ങൾ വരാൻ പോവുകയാണ് 18-ാം തീയതി വൈകിട്ട് 4:40 ശേഷം. ഓക്കെ, അപ്പോൾ കുംഭൻ രാശിക്ക് 16-ാം തീയതി ഓക്കെയാണ്, ഗുണദോഷ സമ്മിശ്രമാണ്. ശേഷം ദോഷാധിക്യം തുടങ്ങിയാണ്. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്തിരട്ടാതി രേവതി. അപ്പോൾ മീനം രാശിക്ക് ഗുണാധിക്യം തുടങ്ങുകയാണ്. ഓക്കെ, ഞാനത് പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു. ഇവർക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് 4-5 ഗ്രഹങ്ങളൊക്കെ വരാൻ പോവുകയാണ്. മിക്കവാറും ഈ പറഞ്ഞ ഈ 12 രാശിക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടം വരാൻ പോകുന്നത് മീനം രാശിക്കാണ്. കാര്യം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഇവർക്ക് ഗ്രഹങ്ങളൊക്കെ ഒത്തുകൂടാൻ പോയാണ്. അപ്പോൾ ഇവിടെ 16, 17, 18 തീയതികളിൽ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും ജന്മശനി തുടരുന്നു. സർപ്പം എന്താ പറയുക, നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും 2 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. കാര്യം സൂര്യനും ചൊവ്വയും ശുക്രനും കൂടി ഇവർക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ബുധനും ഈ 3 ദിവസവും 10-ാം ഭാവത്തിൽ 16-ാം തീയതി 17, 18 ദിവസങ്ങളിൽ ബുധൻ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് നല്ല കാലം വരികയാണ്. അതായത് ഉറപ്പിച്ച് പറയാം, ഈ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിതൃസ്വത്ത് നേരത്തെ കിട്ടിയിട്ടുള്ളവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടം ഉണ്ടാവും. ഒന്നുകിൽ ലോൺ വയ്ക്കുകയോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുകയോ ചെയ്യാൻ സാധിക്കും. അത് ഈ മാസം മുഴുവൻ, മകരം മാസം മുഴുവൻ മീനം രാശിക്കാർക്ക്, ഞാനത് പ്രത്യേക ഒരു വീഡിയോ ചെയ്തു. മീനം രാശിക്കാർക്ക് ഇടിപെട്ട സൗഭാഗ്യം എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്ത്, ചുമ്മാ ഒന്നുമല്ല, വെറുതെ തള്ളിയതൊന്നുമല്ല. ഈ ഗ്രഹങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ല എൻ്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഇടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നിടുന്ന ചെറിയ സൗന്ദര്യമുള്ള പദങ്ങൾ മാത്രം, സാധാരണ ജ്യോത്സ്യന്മാരൊന്നും ഉപയോഗിക്കാത്ത നല്ല സൗന്ദര്യമുള്ള പദങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അല്ലാതെ എല്ലാം പറയുന്നത് മുഴുവൻ 100% ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഇവിടെ മീനം രാശിക്കാർക്ക് നല്ല കാലമാണ്. അത് കൂടാതെ ഇവർക്ക് ഒരു 8-9 മാസം കഴിയുമ്പോൾ സർപ്പം അഥവാ രാഹു 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും 1.5 വർഷത്തേക്ക്. അപ്പോൾ ഇവർക്ക് ലോട്ടറി അടിക്കും. ഓക്കെ, ഇപ്പോഴും ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ സാധ്യത തന്നെയാണ്. കാരണം നിരവധി ഗ്രഹങ്ങൾ, ഈ സ്വാധീനമുള്ള പല ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു മെയ് 15 ശേഷം വ്യാഴവും അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ താമസിയാതെ തുലാം രാശിയുടെ ഈ 1-ാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഇപ്പോഴും തുലാം രാശി തന്നെ 1-ാം സ്ഥാനത്ത് തുടരുന്നു. പക്ഷേ അതൊക്കെ മാറി മീനം രാശി ടോപ്പിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് വ്യാഴം അനുകൂലമായിട്ട് വരും മെയ് 15. ഏതാണ്ട് ഡിസംബർ മാസത്തിൽ
സർപ്പവും ശിഖിയും അനുകൂലമായിട്ട് വരും. അപ്പോൾ ദീർഘകാലം ഒരേ രാശിക്കകത്ത് നിൽക്കുന്ന വ്യാഴവും ശിഖിയും രാഹുവും കേതുവും വ്യാഴവും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ താമസിയാതെ, അതായത് മിക്കവാറും ഒരു മെയ് 15-ാം തീയതി മുതൽ വ്യാഴവും കൂടെ അനുകൂലമാകുമ്പോൾ ഇവർക്ക് 1-ാം സ്ഥാനം ഇവർ ഏറ്റുപിടിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ ജന്മശനി തുടരുകയാണ്. എന്തായാലും നമ്മൾ ജന്മശനി ആയതുകൊണ്ട് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ നേട്ടമുണ്ടാവും. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. അതുപോലെ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മീനം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ അങ്ങോട്ട് വരാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇവിടെ നടന്നേക്കുന്നത്. അത് ഇനി വലിയ വലിയ ഗുണ്ടുകളൊക്കെ പൊട്ടാൻ കിടക്കുന്നു. എനിവേ, മീനം രാശിക്കാർക്ക് നല്ല കാലം വരാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 16, 17, 18 തീയതികളിൽ രാവിലെ 5:18 AM മുതൽ രാവിലെ 6:06 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 16, 17, 18 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 16, 17 തീയതികളിൽ ഉച്ചയ്ക്ക് 12:13 PM മുതൽ 12:59 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 16, 17 തീയതികളിൽ 18-ാം തീയതി ഉച്ചയ്ക്ക് 12:14 PM മുതൽ 1 മണി വരെ 18-ാം തീയതി അഭിജിത്ത് മുഹൂർത്തമാണ്. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 16-ാം തീയതി രാവിലെ 11:10 AM മുതൽ 12:36 PM വരെയാണ് 16-ാം തീയതി രാഹുകാലം. 17-ാം തീയതി 9:45 തൊട്ട് 11:00 AM വരെയാണ് 17-ാം തീയതി രാഹുകാലം. 18-ാം തീയതി വൈകിട്ട് 4:54 PM മുതൽ വൈകിട്ട് 6:19 PM വരെയാണ് 18-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 16-1-2026 9, 8, 7, 6, 1, 2 ഇവയാണ് ഭാഗ്യസംഖ്യകൾ. 17-1-2026 1, 8, 9, 7, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 18-1-2026 2, 9, 8, 1, 6, 0 ഇവയാണ് ഭാഗ്യസംഖ്യകൾ. ഭാഗ്യ നിറങ്ങൾ നോക്കാം. 16-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് വെള്ള, 17-ാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല, 18-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.